الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ജാമിയയുടെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ഉമറാക്കളും ഉലമാക്കളുമായിട്ടുള്ളവരെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും അല്ലാതെയും ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നവരെ, ജാമിയ അൽ ഇസ്ലാമിയയുടെ മൂന്നാം സന്നദ്ധാന സമ്മേളനത്തിൻ്റെ പ്രൗഢമായ ഉദ്ഘാടന സെഷനിലാണ് നമ്മളുള്ളത്. 2013 ഈ സ്ഥാപനം അതിന് തുടക്കം കുറിക്കപ്പെടുകയും ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്ക് അകത്തും പുറത്തുമെല്ലാം മത വിജ്ഞാന രംഗത്ത് വലിയ കീർത്തി നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. SSLC കഴിഞ്ഞതിന് ശേഷം ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിനികൾ അവർ പഠിക്കുന്ന മഅഹദുൽ ലുഗ, അതിനുശേഷം ഡിഗ്രി 3 വർഷം കുല്ലിയത്തുൽ ഹദീസും കുല്ലിയത്തുൽ ഫിഖ്ഹും അതേപോലെ തന്നെ കുല്ലിയത്തുൽ ദഅവയും അവരുടെ ഉപരിപഠനം PGയും അതുപോലെ ജാമിയയ്ക്ക് കീഴിൽ ഏകദേശം 40-ലധികം സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഖുർആൻ, ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൻ്റെ ഖുർആൻ അക്കാദമിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒട്ടനേകം സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾക്ക് മതം പഠിക്കാനുള്ള അത്തദാറുക്ക് എന്ന പഠന പദ്ധതി, ജാമിയയുടെ അഫിലിയേഷൻ സ്ഥാപനങ്ങളായ തിരുവനന്തപുരം ദാറുൽ അർക്കം, സേലത്തുള്ള അൽ ഹിക്മ കോളേജ്, AKOക്ക് കീഴിലുള്ള മറ്റു അഫിലിയേഷൻ ഹിഫ്ദ് കോളേജുകൾ എന്ന് തുടങ്ങി ഒട്ടനേകം സ്ഥാപനങ്ങളുള്ള, ബ്രാഞ്ചുകളുള്ള വലിയൊരു സ്ഥാപന സമുച്ചയമായി ഈ ജാമിയ എന്ന പ്രസ്ഥാനം മാറിക്കഴിഞ്ഞു. ഏകദേശം 5000-ലധികം വിദ്യാർത്ഥിനികൾ ഇന്ന് ജാമിയയിൽ അറിവ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാക്കിയതുപോലെ തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ തുടങ്ങി അന്ന് ഏകദേശം 10-14 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഈ ഒരു സ്ഥാപനത്തിന് തറക്കല്ലിടുന്ന സമയത്ത് ഒരു നല്ല റോഡോ സംവിധാനങ്ങളോ അതേപോലെ തന്നെ ജനവാസമുള്ള ഒരു സംവിധാനമോ ഒന്നുമില്ലാത്ത ഈ മിനി ഊട്ടിയുടെ തായ്വരയിൽ അന്ന് ഇവിടെ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയും അതിനുശേഷം ജാമിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസായ ഈ ക്യാമ്പസിൽ അതിൻ്റെ വിപുലമായ ഹോസ്റ്റൽ ബ്ലോക്കും വിശാലമായ പള്ളിയും അക്കാഡമിക് ബ്ലോക്കും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുമെല്ലാം, ഇതെല്ലാം കൊണ്ടും ഉയർത്തി നിൽക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ, അതിലപ്പുറം പാണക്കാട് ജാമിയയുടെ ലേഡീസ് ക്യാമ്പസ്, വളരെ ആധുനിക സൗകര്യങ്ങളോടുള്ള ലേഡീസ് ക്യാമ്പസ്, ഇങ്ങനെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഈ തല ഉയർത്തി നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകളും സംവിധാനങ്ങളും ധാരാളക്കണക്കിന് വിദ്യാർത്ഥികളും ഈ കാണുന്ന രീതിയിൽ ആയിത്തീർന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ടും അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണവും അതിലപ്പുറം പ്രാർത്ഥനയുമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽതകും മിൻകും ഉമ്മ യദൂന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പ്രബോധനം ചെയ്യുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അചഞ്ചലമായി വിശ്വസിക്കുന്ന വിഭാഗം ഉണ്ടാകണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആ റബ്ബിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഈ കേരളത്തിലെ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള, ഉമറാക്കളായിട്ടുള്ള, ഉലമാക്കളായിട്ടുള്ള ആളുകളാണ് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്ത് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. ഇന്ന് ഈ ജാമിയയുടെ 3ാം കോൺവെക്കേഷനാണ് നടക്കുന്നത്. 2019 ഏകദേശം 50 വിദ്യാർത്ഥികളെ സമൂഹത്തിന് കൊടുത്തുകൊണ്ട്
അതേപോലെ തന്നെ 2022 50ഓളം വിദ്യാർത്ഥികളെ സമൂഹത്തിന് സംഭാവന നൽകിക്കൊണ്ട് 2 കോൺവെക്കേഷനുകൾ നടന്നു. ഇന്ന് ജാമിയയുടെ മക്കൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മത സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ ജാമിയയുടെ മക്കൾ സജീവമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത്, നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നതും മതരംഗത്തുള്ള അവരുടെ സേവനങ്ങളാണ്. ഇന്ന് 100-ലധികം നല്ല ആയത്തിൽ ദീന് പഠിച്ച ഖതീബുമാർ അൽഹംദുലില്ലാഹ് ഹിക്കമയുടെ കൂട്ടത്തിലുണ്ട്. വ്യത്യസ്ത ജാലിയാത്തുകളിൽ അവരുടെ ദഅവാരംഗത്ത് സേവനം അർപ്പിക്കുന്ന ആളുകളുണ്ട്. ജാമിയ ഇസ്ലാമിയ, മദീന മുനവറ പോലുള്ള ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ ജാമിയയുടെ മക്കൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഗവൺമെൻറ് സെക്ടറുകളിലും അല്ലാതെയും പ്രൈവറ്റ് സെക്ടറുകളിലുമെല്ലാം അധ്യാപനം നടത്തുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ വലിയ സ്ഥാപനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെ എല്ലാ നിലത്തും മതരംഗത്തും ഭൗതിക രംഗത്തുമെല്ലാം അവരുടെ ഭാഗതയും നിർവഹിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ ജാമിയയുടെ ഹിക്കമികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കാവുന്ന കാര്യമാണ്. ഈ ഒരു കോൺവെക്കേഷനിൽ ഏകദേശം 71 ഹിക്കമികളാണ് ഇന്ന് സമൂഹത്തിലേക്ക് അവരുടെ പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ സന്നദ്ധാന സമ്മേളനം ഇന്നും നാളെയും നമ്മുടെ ഈ ക്യാമ്പസിലും അതേപോലെ തന്നെ പാണക്കാട് ക്യാമ്പസിൽ വെച്ചു 15 സെഷനുകളായിക്കൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ സന്നദ്ധാന സമ്മേളനം നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഞായറാഴ്ച അസറിന് ശേഷം വേങ്ങര സഭാ സ്ക്വയറിൽ വെച്ച് നടക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളെയും 3 ദിവസത്തെ പ്രോഗ്രാമിലേക്കും ഹാർദമായി ഞാൻ ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ വിശിഷ്യ നമ്മുടെ പൊതുസമ്മേളനത്തിലേക്ക് എല്ലാ ആളുകളെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ക്ഷണിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഖുർആൻ സമ്മേളനം നടക്കുന്നു. നാളെ വനിതാ ക്യാമ്പസിൽ വനിതാ സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്യാമ്പസിൽ തന്നെ മറ്റു സെമിനാറുകളും അതേപോലെ തന്നെ ഹദീസ് സമ്മേളനങ്ങളും നടക്കുന്നു. ഇങ്ങനെ ഒട്ടനേകം പ്രോഗ്രാമുകൾ ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. മറ്റന്നാളും നടക്കുന്നുണ്ട്. അലുമിനി മീറ്റുകൾ നടക്കുന്നു. കുട്ടികൾ സ്കൂൾ ഓഫ് ഖുർആനിലെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ അത് തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം ഈ വൈജ്ഞാനിക വിരുന്നെല്ലാം ഇവിടെ വരുന്ന ആളുകൾക്ക്, ജാമിയയെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, ജാമിയയുടെ രക്ഷിതാക്കൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സംഘടനയുടെയും ആളുകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. എല്ലാം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം ഈ ഉത്ബുദ്ധമായ സദസ്സിന് സ്വാഗതമോതുക എന്നുള്ളതാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഷൈഖ് അദ്ദക്തൂർ അബ്ദുൽ ലത്തീഫ് അൽ കിന്ദി ഹഫിളഹുല്ലാഹയാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അന ഉറഹിബു അവലൻ അഷൈഖ് ഫളീലത്തു ഷൈഖ് അദ്ദക്തൂർ അബ്ദുൽ ലത്തീഫ് അൽ കിന്ദി ഹഫിളഹുല്ലാഹ് റئيس ജമിയത്ത് അഹ്ലി ഹദീസ് ബി വിലായത്ത് ജമ്മു കാശ്മീർ. അന ഉറഹിബു ബിഹി തർഹീബ് ബി മിൻ അഅമാഖി ഖൽബി. അതേപോലെ തന്നെ ഈ സദസ്സിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാം ഉസ്താദായ ജാമിയയുടെയും നമ്മുടെ കൂട്ടായ്മയുടെയും ചെയർമാനായ പ്രിയപ്പെട്ട PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകളാണ്. അദ്ദേഹത്തെയും ആമുഖ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കോളേജിൻ്റെ റെക്ടർ പ്രിയപ്പെട്ട ഉസ്താദ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉസ്താദാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ഓതുകയാണ്. ഇതിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ MLA, ഞങ്ങളുടെ നാടിൻ്റെ MLA കൂടിയാണ്, പ്രദേശത്തിൻ്റെ MLA കൂടിയാണ്, KPA അബ്ദുൽ മജീദ് സാഹിബിനെയും അതേപോലെ തന്നെ അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA അബ്ദുൽ ജബ്ബാർ ഹാജി, അതേപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഷെരീഫ് ഏലങ്കോട്, അതേപോലെ തന്നെ വിസ്ഡം യൂത്തിൻ്റെ ഭാരവാഹിയായിട്ടുള്ള വിസ്ഡം യൂത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ PP നസീഫ്, അതേപോലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രസിഡന്റ് നമ്മുടെ മുഹമ്മദ് ഷമീൽ, ജാമിയ വിസ്ഡം സ്റ്റുഡൻസ് ചെയർമാൻ അംജദ് ബിലാൽ എന്നിവരുടെ സംസാരങ്ങളെല്ലാം ഇവിടെ നടക്കാനിരിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ഓതിക്കൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം PN ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.